DBMS അല്ലെങ്കിൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ ഏത് കോമ്പറ്റീറ്റീവ് എക്സാം ആയാലും നെറ്റിൻ്റെ ആയാലും ഗേറ്റിൻ്റെ ആയാലും ഏത് എക്സാം നോക്കിയാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ പലപ്പോഴും ഡെപ്തിൽ DBMS പഠിച്ചിട്ട് പോകും, പക്ഷേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് വരുന്നൊരു ഭാഗമാണെങ്കിൽ പലപ്പോഴും ബേസിക് ടേംസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബേസ് ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് കാണാം. അപ്പോൾ ആ സമയത്ത് ഓപ്ഷൻസുകൾ കാണുമ്പോൾ ഇത് നമുക്ക് കാര്യം അറിയാം, പക്ഷെ അതിനകത്ത് നിന്ന് ഏത് കറക്റ്റായിട്ടുള്ള വാക്ക് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടും. അപ്പോൾ എപ്പോഴും DBMS പഠിക്കുമ്പോൾ അതിൻ്റെ ബേസ് ലെവലിൽ നിന്ന് പഠിച്ചു പോകുന്നതാണ് നമുക്ക് നല്ലത്. ബേസിക് ടെർമിനോളജി അല്ലെങ്കിൽ ബേസിക് ടേമായിട്ട് ആദ്യം നമ്മൾ അറിയേണ്ടുന്നത് ഡാറ്റയാണ്. ഡാറ്റ മീൻസ് റോ ഫാക്റ്റ്, പൂർണ്ണമല്ലാത്ത വിവരങ്ങൾ. അതാണ് നമ്മൾ റോ ഫാക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണം ഒക്ടോബർ അല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വാക്കുണ്ടെന്നുള്ളതിനപ്പുറം നമുക്ക് കൃത്യമായ ഒരു ഇൻഫർമേഷൻ ഇല്ല. എന്തിനാണ് ഈ ഒരു വാക്ക് ഉപയോഗിച്ചത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ അതേസമയം ഐ ആം ലിസണിങ് ടു ദ ക്ലാസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു കംപ്ലീറ്റ് ഇൻഫർമേഷനാണ്. നമുക്കൊരു കൃത്യമായ വിവരമുണ്ട്, അയാൾ ക്ലാസ്സിന് ശ്രദ്ധിക്കുകയാണ് എന്ന് വ്യക്തമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഡേറ്റയും ഇൻഫർമേഷനും രണ്ടും രണ്ടാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഫാക്റ്റാണ്, പൂർണ്ണമല്ലാത്ത വിവരങ്ങളാണ് ഡാറ്റ തരുന്നത്. ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഡാറ്റയും ഇൻഫർമേഷനും രണ്ടും രണ്ടാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ വരുന്ന രണ്ടാമത്തെ ഭാഗമാണ് ഡേറ്റാബേസ്. ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം. അത് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്ത് കാര്യങ്ങളാണ് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട ഇന്റർ റിലേറ്റഡ് ഡേറ്റ. നമ്മളിപ്പോൾ അതിൻ്റെ കീ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഇന്റർ റിലേറ്റഡ് ഡേറ്റയാണ്. റിലേറ്റഡ് അല്ല, ഇന്റർ റിലേറ്റഡ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കുട്ടിയുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കോഴ്സ് ഡീറ്റെയിൽസ്, അയാളുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ, പിന്നെ ആ കുട്ടിയുടെ മാർക്സ്, മറ്റ് ഡീറ്റെയിൽസ് എന്ന് തുടങ്ങി ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വേണം. ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിലൊരു ടീച്ചർ ആണെങ്കിൽ തന്നെയും ആ ടീച്ചർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഏതാണോ, ഏത് ക്ലാസ് ആണോ, ആ കുട്ടികളുടെ വിവരങ്ങളായിരിക്കും ഒരു ഓർഡറിൽ നമ്മൾ വെക്കുന്നത്. അല്ലാതെ എല്ലാ കുട്ടികളുടെയും ആ ടീച്ചർ പഠിപ്പിക്കുന്ന എല്ലാ ക്ലാസ്സിലെയും എല്ലാ കുട്ടികളുടെയും കൂടെ ഡേറ്റ ഷഫിൾ ചെയ്ത് ഒരിക്കലും ഒരു ടീച്ചർ സൂക്ഷിക്കുകയില്ല. അപ്പോൾ ഒരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു വിവരം നമ്മൾ സ്റ്റോർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റകൾ മാത്രമാണ് നമ്മൾ അതിനകത്തോട്ട് കൂട്ടിവെക്കുന്നത്. അപ്പോൾ ഡേറ്റാബേസ് എന്ന് പറയുന്ന ഒരു ടേം വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു ഡേറ്റ, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡേറ്റ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നേരെ കറക്റ്റ് ആയിട്ടുള്ള അത് മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു, എംപ്ലോയിയുടെ ID എന്താണ്, ഡെസിഗ്നേഷൻ എന്താണ്, അയാളുടെ ബേസിക് സാലറി എന്താണ് തുടങ്ങി ആ ഒരു എംപ്ലോയിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ വയ്ക്കും. അപ്പോൾ ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡേറ്റയാണ്. രണ്ടാമത്താണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ വിവരങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ വരും, ഡേറ്റാബേസും വരും പ്ലസ് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ടു ആക്സസ് ദ ഡേറ്റ. മീൻസ് ഈ ഡേറ്റാബേസിൽ കിടക്കുന്ന വിവരങ്ങൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഡേറ്റാബേസിലേക്ക് എങ്ങനെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാം. സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ നമുക്ക് വേണ്ടപ്പോൾ നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് റിട്രൈവ് ചെയ്യാനും പറ്റണം. ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്തു എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു ഡേറ്റ ആവശ്യമുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഡേറ്റ കിട്ടണം. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റ കൊടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും വേണമെങ്കിൽ അത്രയും വിവരങ്ങൾ നമുക്ക് കിട്ടണം. ആവശ്യമില്ലാത്തൊരു ഡേറ്റ ആണെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റണം? റിമൂവ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. എന്തെങ്കിലും ഒരു വാക്ക് പുതുതായിട്ട് വന്നു, അല്ലെങ്കിൽ പുതിയൊരു ഇൻഫർമേഷൻ നമുക്ക് പുതുതായിട്ട് വന്നു, അത് നിലവിലുള്ള ഒരു ഇൻഫർമേഷൻ്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് എന്ന് പറയാൻ പറ്റുള്ളൂ? ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 വാക്കുകളാണ് കൺസ്ട്രക്ട്, ഡിഫൈൻ ആൻഡ് മാനിപ്പുലേഷൻ. കൺസ്ട്രക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡേറ്റാബേസ് നിർമ്മിക്കാൻ പോകുന്നത്,
അതിനെപ്പറ്റി കൃത്യമായ ഒരു ഐഡിയ നമുക്ക് വേണം. ആ ഡേറ്റാബേസിൽ എന്തൊക്കെ വിവരങ്ങളാണോ വേണ്ടുന്നത് ആ വിവരങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം? അതിനെയെല്ലാം ടേബിൾസിലേക്ക് ആക്കണം. ഈ വിവരങ്ങളെല്ലാം വീണ്ടും നമ്മൾ കോളംസിലേക്ക് ആക്കണം. അങ്ങനെ ഒരുപാട് പ്രൊസീജിയറുകൾ ഇതിനകത്തുണ്ട്. രണ്ടാമതാണ് ഡിഫൈൻ. ഡിഫൈൻ എന്ന് പറയുമ്പോൾ റൂൾസ് ആണ്. റൂൾസ്, ഡേറ്റ ടൈപ്പ്, ഏതൊക്കെ ഡേറ്റ ഏതൊക്കെ റോയിൽ വേണം, ഏതൊക്കെ കോളത്തിൽ വേണം, എത്ര ഡേറ്റയെ ഉൾക്കൊള്ളാവൂ എന്നൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്ന ഒരു റൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഫൈൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മാനിപ്പുലേഷൻ. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ടേബിളിനെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. കുറേ പുതിയ ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റണം. നിലവിലുള്ള ഡേറ്റ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റണം? അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ആ ഒരു ഡേറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം. ഇത്രയും കാര്യങ്ങൾ വന്നാൽ അതിനെ നമുക്ക് എന്ത് പേര് പറയാം? ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഒരു ഡേറ്റാബേസിന്റെ ബേസിക് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഡേറ്റ അല്ലെങ്കിൽ റോ ഫാക്ട്. ഒരു ഡേറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻഫർമേഷൻ കിട്ടും. രണ്ടാമത് എന്താണ്? ഡേറ്റാബേസ്. ഒരു ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡേറ്റയാണ്. ആ വാക്ക് നമ്മൾ പ്രത്യേകം ഓർമ്മിച്ച് വയ്ക്കുക. കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡേറ്റയാണ് നമ്മൾ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. പിന്നെ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡേറ്റാബേസ് പ്ലസ് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ടു ആക്സസ് ദ ഡേറ്റ. നമ്മളൊരു ഡേറ്റാബേസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാനും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ നമ്മളുടെ ആവശ്യാനുസരണം റിട്രൈവ് ചെയ്യാനും കൂടെ ഉള്ള സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 ടേംസ് ആണ് കൺസ്ട്രക്ട്, ഡിഫൈൻ, മാനിപ്പുലേഷൻ. കൺസ്ട്രക്റ്റിനകത്ത് നമ്മുടെ ഓവറോൾ സ്ട്രക്ചർ, ആ ഒരു ഡേറ്റാബേസിന്റെ സ്ട്രക്ചർ എങ്ങനെ വേണം, ഡേറ്റാബേസിന്റെ സ്ട്രക്ചർ എങ്ങനെ വേണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യമേ എന്തിനു വേണ്ടിയിട്ടാണ് ഡേറ്റാബേസ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. രണ്ടാമത് ആ ഡേറ്റാബേസിലേക്ക് വേണ്ടുന്ന പിന്നെ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കണ്ടുപിടിച്ച് അത് വ്യക്തമായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കണം. പിന്നെ എന്താണ് വേണ്ടുന്നത്? ഈ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസിലെല്ലാം നമ്മൾ എന്തിലേക്ക് ആക്കണം? ടേബിൾസിലേക്ക് ആക്കണം. പിന്നെ എന്ത് ചെയ്യണം? ആ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ കോളംസിലേക്ക് ആക്കണം. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് പ്രോസസ്സാണ് ഈ കൺസ്ട്രക്ട് എന്ന് പറയുന്ന ഒരു വാക്കിനകത്തൂടെ വരുന്നത്. നമ്മളൊരു ഡേറ്റാബേസിന്റെ സ്ട്രക്ചർ എടുക്കുക എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. രണ്ടാമത്തതാണ് ഡിഫൈൻ. ഡെഫിനിഷനകത്ത് എന്താണ്? നമ്മൾ ആ ടേബിൾ എങ്ങനെ വേണം നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമുക്കൊരു പർട്ടിക്കുലർ റൂൾസ് വെച്ചിട്ട് ഒരു ടേബിളിൽ എത്ര ഡേറ്റ വേണം, അതിന് എത്ര കീസ് വേണം, എത്ര വാല്യൂസ് ആണ് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യേണ്ടുന്നത്, ഏതൊക്കെ വാല്യൂസ് ആണ് അതിനകത്ത് അലൗഡ് ആയിട്ടുള്ളത് എന്നൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ കാര്യങ്ങൾ വെക്കുന്നതാണ് നമ്മൾ ഡിഫൈൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതാണ് മാനിപ്പുലേഷൻ. നമ്മൾക്ക് കൊടുത്തിരിക്കുന്ന ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടേബിള് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റണം? ആവശ്യാനുസരണം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റണം, ഡിലീറ്റ് ചെയ്യാൻ പറ്റണം, പുതിയ പുതിയ ഇൻഫർമേഷൻസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം ആ ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റണം. ഇത്രയും കാര്യങ്ങളും ഫുള്ളായിട്ട് നമുക്ക് നടക്കുവാണെങ്കിൽ നമുക്കതിനെ ഒരു നല്ല ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്തൊരു വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഡേറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ ഡേറ്റകളും കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.